പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്താണ്. ഇന്ന് ഈ പള്ളിയുടെ ഇടവക ദിനം ആചരിക്കുകയാണ്. ഈ പരിപാടിക്ക് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് മെത്രാസന ദിനം കൂടെ ആചരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു പ്രോഗ്രാമായിട്ട് നടക്കുന്നത്, അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നസ്രാണി സംഗമം എന്ന് പറയുന്നത് അത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ നമുക്ക് രാവിലെ നടക്കുന്ന ഇടവക ദിനത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പദ്ധതികൾ വഹിക്കുന്നു. ഇതുള്ള മധ്യരായ വൈദികർ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, നമ്മുടെ ഈ വൈദികർ നമ്മളെ പോലെ തന്നെ നമ്മളിൽ ഒരാളായി നമ്മുടെ പള്ളിയിൽ വേണ്ടി പ്രവർത്തിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും നമ്മുടെ ആവശ്യങ്ങളോട് കൂടെ നിൽക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്ന നമ്മുടെ ഈ അച്ഛന്മാരെ മൂന്നുപേരെയും ഈ പുതുപ്പള്ളി പള്ളിയുടെ മാലിന്യ കമ്മിറ്റിക്ക് വേണ്ടി ഈ ഇടവക ദിനത്തിലേക്ക് കാരണവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ MK മാത്യു, സെക്രട്ടറി CB ജോസഫ്, ഈ രണ്ടുപേരും ഈ പുതുപ്പള്ളി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ്. പുതുപ്പള്ളി ഭരണസമിതിയിലെ എല്ലാ കാര്യങ്ങളിലും ഇവർ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അതിന്റെ ഓരോ കാര്യങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ തരികയും അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ രണ്ടുപേരും എന്റെ സഹോദര തുല്യരാണ്. ബഹുമാനപ്പെട്ട MK മാത്യുസിനെയും സെക്രട്ടറി CB ജോസഫിനെയും ഈ ഇടവക ദിനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനായി പുതുപ്പള്ളിയുടെ ഭരണസമിതി അംഗങ്ങളെ സംബന്ധിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയായിരുന്നു. അത് നമ്മുടെ കർത്താവായ നമ്മുടെ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. ഈ വിശുദ്ധ തിരുവചനം, ഈ മാറ്റമില്ലാത്ത ജീവന്റെ വചനം, ഇത് നമ്മുടെ പള്ളിയുടെ പുതുപ്പള്ളി പള്ളിയുടെ ഭരണസമിതിക്ക് തികച്ചും യോഗ്യതയുള്ളതും യോജിച്ചതുമായ ഒരു ദൈവിക വചനമാണ്. ഭരണസമിതിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരാൾ മറ്റൊരാളെ ബഹുമാനിക്കുകയും മാനിക്കുകയും ചെയ്ത് ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് അത് പ്രമാണിക്കുകയും വേണ്ടിയതായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ആദരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ഈ 2024-25 കാലഘട്ടത്തിലെ ഭരണസമിതി. 22 മെമ്പേഴ്സാണ് ഈ ഭരണസമിതിയിലുള്ളത്. ഓരോരുത്തരെയും ഈ ഇടവക ദിനത്തിലേക്ക് ധാർമ്മികമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും അംഗങ്ങളെയും എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും കോട്ടയം ഭദ്രാസനത്തിലെ ഏറ്റവും മികവുറ്റ രീതിയിൽ നടക്കും. അതിന് നേതൃത്വം നൽകുന്ന പുരോഹിതർ, അതിന് നേതൃത്വം നൽകുന്ന മെമ്പേഴ്സ്, അതിലെ എല്ലാ മെമ്പേഴ്സിനെയും ഈ ഇടവക ദിനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഇടവക ദിനത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ കടന്നു വരുന്ന സ്കൂളുകളുടെ കുട്ടികളുണ്ട്. ബാൻസെറ്റ് അവതരിപ്പിക്കുന്ന കുട്ടികൾ, ഗവൺമെന്റ് പബ്ലിക് സ്കൂള്, MDLP സ്കൂള്, അതുപോലെ കോട്ടയം ഭദ്രാസനത്തിന്റെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്ന ഓരോ കുട്ടികളെയും അവിടുത്തെ ടീച്ചേഴ്സിനെയും മാനേജ്മെന്റിനെയും പുതുപ്പള്ളി പള്ളിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കടന്നുവന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഇടവകയുടെ പരീക്ഷയുടെ ആശംസകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Sekretari,
ഒന്നാമത്തെ സ്നേഹമാണ് ഇടവക ദിനമാണ്. പിന്നാലെ മെത്രാസന ദിനമാണ്. വികാരി കുർബാനയ്ക്ക് ശേഷം വളരെ ഭംഗിയായി കാര്യങ്ങളിൽ ആലോചിച്ചു. തൊട്ടുപിന്നാലെ കൈസാരി ഭാഗമാണ് ദൈവമായിരുന്നെങ്കിൽ വളരെ ഭംഗിയായ പ്രസംഗമാണ്. നമ്മുടെ ഹൃദയ കാരണവുമായി വളരെ ഭംഗിയായി പ്രസംഗിക്കുന്ന കൈസാരിയാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് മനസ്സിലായത് വളരെ സന്തോഷം. തുടർന്ന് അതുപോലെ പ്രസംഗിക്കാനുള്ള പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇടവയുടെ ദിനമാണ്. ദൈവത്തെ സൃഷ്ടിക്കാനുള്ള അവസരമാണ്. വളരെ അഭിമാനമാണ് പുതുപ്പള്ളിയിൽ ജ്യോതിയ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളിയിലേക്ക്. അതെപ്പോഴും അഭിമാനത്തോടെ തുടരുന്നു. വ്യക്തിപരമായി എനിക്കും സന്തോഷമാണ്. കാരണം ഞാൻ ഇരിക്കുന്ന ഓരോരുത്തരായിട്ട് പള്ളി ഇതാണുള്ളത്. അതുകൊണ്ട് എപ്പോഴും പുതുപ്പള്ളി പള്ളിയെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. വളരെ പ്രബലമായ വ്യക്തിത്വം രൂപപ്പെടുത്തിയ പള്ളിയാണ്. തുടക്കം മുതൽ നിർണയമാണ്. പിതാക്കന്മാർ നല്ല വൈദിക രാഷ്ട്രീയ സാമുദായിക വളർച്ചയോ നമുക്കറിയാം. വേർപാടിൽ ദുർബലങ്ങൾക്കുണ്ടായ ഒരു മഹത്വം അതിന്റെ ഭംഗിയായി നിർമ്മിച്ചപ്പോൾ നാച്ചുറലി സമൂഹം മുഴുവൻ ഭംഗിയെ അറിഞ്ഞു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇന്നലെ വൈകിട്ട് ഞാനിവിടെ വന്ന് ഇവിടെ നമ്മുടെ പുതുതായി പഴയ കെട്ടിടമാണെങ്കിലും പുതുതായി പുതിയ ഓഫീസ് മത്സരവും അത്യാവശ്യമുള്ള ഓഫീസ് എല്ലാം പ്രകാശിക്കുകയായിരുന്നു. വളരെ ഭംഗിയായി അത് ചെയ്തിട്ടുണ്ട്. ഇടവേള വികാരി വ്യക്തികാരനാരെയും പടികൈസ്ഥാനങ്ങളാരെയും ഭരണസമിതികളെയും എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലതായി പ്രത്യേകമായി ശ്രദ്ധിച്ചതിനാണ്. ഒരു ആധ്യാത്മിക സംഘടന വളരെ ഭംഗിയായിട്ടാണ് പ്രവർത്തിച്ച് പോകുന്നത്. അവരെയും ദൈവസഭയിൽ ഓർക്കുന്നു. ഞാൻ അധികമായി ശ്രദ്ധിക്കില്ല. പ്രായമായ പിതാക്കന്മാരെയും അമ്മമാരെയും ആദരിക്കുക എന്നത് ഇടവകത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള നിയമമാണ്. നിറച്ച തലങ്ങളിൽ ഷോപ്പയുടെ വീടുകൾ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പള്ളിയിൽ അവരെ ആദരിക്കണം. ഇവിടെ പകൽവീട് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. പലപ്പോഴും ഞാനത് പങ്കെടുക്കുന്നതാണ്. അതിനകത്ത് നമ്മുടെ അമ്മച്ചമാരൊക്കെ വളരെ ഭംഗിയായി സന്തോഷത്തോടെ ഭംഗിയെങ്കിൽ കുഞ്ഞുങ്ങളെ പോലെ പരിപാലിക്കുന്നത് ഞാൻ കാണുന്നതാണ്. ചൊവ്വാഴ്ചയിൽ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ചൊവ്വാഴ്ച സമയമാണെങ്കിൽ എത്രയും ഓടി എത്തും. അവരെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആദ്യപ്പെടുന്ന നമ്മുടെ അപ്പച്ചന്മാർ അനുഗ്രഹീതരാകട്ടെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാർദ്ധക്യകാലം അത് മനോഹരമായി പൂർത്തീകരിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഈ സമയം മക്കളെയും കുറിച്ചുകളെയും ഞങ്ങളെപ്പോലുള്ള ഭാഗങ്ങളെയും സഭയെയും ഒക്കെ ദിവസത്തിൽ പ്രാർത്ഥിക്കാനുള്ള അവസരമാക്കി മാറ്റട്ടെ. മക്കളോട് പറയാനുള്ളത് പള്ളിയിൽ കൊടുക്കുന്ന ഈ ആദരവ് മാത്രമായിട്ട് നിങ്ങള് അപ്പച്ചന്മാരെ ആദരവ് നടത്തരുത്. പിന്നെയോ നിങ്ങൾ ചെയ്യേണ്ടത് അവരെന്നും നമ്മുടെ അമ്മമാരും അപ്പന്മാരുമാണ് എന്ന രീതിയിൽ തന്നെ അവർ ഭംഗിയായി നിരപ്രതി പരിപാലിക്കുവാനുള്ള പ്രത്യേക ഉത്സാഹം കാരണം നമ്മുടെ അമ്മയെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും ഇതുപോലെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് അത് ലഭിക്കണം എന്ന ചിന്തയിൽ വേണ്ട കാര്യങ്ങൾ ചേർന്നുള്ള സ്നേഹം കൊണ്ട് അറിയിക്കട്ടെ. നമ്മുടെ എല്ലാ അമ്മച്ചമാർക്കും നന്മകൾ നേരുന്നു. അവരെ സമൃദ്ധയുമായിട്ട് പ്രത്യേക പ്രാർത്ഥിക്കുന്നു. പുതുപ്പള്ളി ഇടവക പരിപാടി ആസ്വദിക്കുന്ന ഇടവയിലെ വികാരിക്കാരും കൃഷിക്കാരനാളും ബാക്കി എല്ലാവരുമായ സ്നേഹവും ആശ്രയവും ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ പ്രതിഭകളെ കൂടി ആദരിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മിടുക്കരായി മാറുന്ന നമ്മുടെ സന്താനങ്ങൾ ഈ ദേവാലയത്തിലുണ്ട്. ഈ ദേവാലയത്തിന്റെ ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. നല്ല മിടുക്കരായി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഗുണകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിവുള്ള ധാരാളം ആളുകൾ ഈ ദേവാലയത്തിൽ ഉണ്ടാകുന്നു. അഭിനയാണ് അങ്ങനെ വളർന്നവരെ ഇന്ന് ആഗ്രഹിക്കുന്ന പ്രതിഭകളെ ദൈവസ്ഥലം സമർപ്പിക്കുന്നു. അവർക്ക് കൂടുതൽ നിറവിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ളത് ഞാൻ ആ സമയത്ത് എല്ലാ അനുഗ്രഹങ്ങൾക്ക് നേരുന്നു. നല്ല വിനോദത്തിന് ആശംസ നേരുന്നു. പുതുപ്പള്ളി
മനോഹര ഒരുമയായി ശരീരമായി പ്രദർശിക്കട്ടെ. ഇവിടുത്തെ പൂർവികരുടെ പ്രാർത്ഥന തുടങ്ങിയുള്ള പൂർവികരുടെ പ്രാർത്ഥനകളുടെ മധ്യസ്ഥവും കടന്നിരിക്കുന്ന വൈദികരുടെ പ്രാർത്ഥനകൾ നമ്മുടെ പൂർവികരായ ഇവിടെയുള്ള നമ്മുടെ അപ്പച്ചന്മാർ സത്യത്തിൽ അവരാണ് നിങ്ങളെ കൂടുതൽ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബോധത്തോടുകൂടി അവരുടെ പ്രാർത്ഥനകൾ ധാരാളമായി നമ്മുടെ ഈ ദേവാലയത്തിന്റെ ജനപരമായ മുന്നോട്ട് പോകുന്ന കാരണമായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് സർക്കാരിനെ നടന്നു. ദൈവത്തിന് ഞങ്ങളെല്ലാവരെയും മാറ്റിയിരിക്കട്ടെ. പ്രതീകാത്മകമായി ഞാൻ 1-2 പേരെ ഒന്ന് ആദരിക്കും, ബാക്കിയുള്ളത് വൈദികരെ ആദരിക്കും. അവരാദരിക്കുമ്പോൾ ഞാൻ ആദരിക്കുന്നതിന് അവരെ അമ്മൂടായിരിക്കും സ്നേഹപൂർവ്വം പറയുന്നു. ദൈവത്തെ അറിയിക്കുന്നു. സ്നേഹമാണ് എന്റെ മറക്കുകയും ചെയ്തുകൊണ്ട് ഉപകാരം നടത്തുവാനായി നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്നതിന് തുടക്കം ബഹുമാനത്തെ അപ്പച്ചനെ ആദരിച്ചുകൊണ്ട് സന്തോഷിക്കാനുള്ള ഏറ്റവും അനുഗ്രഹീതമായ സന്ദർഭങ്ങളിലൂടെയുള്ള അത് സത്യത്തിൽ എല്ലാവരോടും പറഞ്ഞിട്ടില്ല, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കുറിയപ്പോസ് ഇന്നലച്ചൻ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് 25 വർഷം ജീവിക്കുകയാണ്. അച്ഛൻ്റെ ജൂബിലി ഈ ഇടവക അച്ഛനെപ്പോഴും അറിയിക്കുന്നത് ഈ ഇടവക വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ. അതും ഇതുവരെ അതിന്റെ ചുമതലപ്പെട്ടവർക്ക് വളർന്നു. ഈ ശുശ്രൂഷയ്ക്ക് പ്രധാന ശുശ്രൂഷകനായി ഇവിടെ നേതൃത്വം നൽകുന്നവർ നമ്മുടെ അമ്പിയാണ്. അദ്ദേഹം ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 25 വർഷങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ആ അഭിവൃദ്ധി ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകരെയും ആഗ്രഹിക്കും. കൂടുന്നത് മറ്റൊരു ബാബുചാരമാണ്. നമ്മുടെ കമ്മീഷനുമാണ് അദ്ദേഹം 25 വർഷത്തിലധികമായി ശുശ്രൂഷ നിർവഹിക്കുന്നു. വളരെ നമ്മുടെ കായിക സംഘത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ബാബുചാരനെ അദ്ദേഹത്തിന് ഇന്ന് വരുവാൻ സാധിച്ചിട്ടില്ല. പെരുന്നാളിൽ അദ്ദേഹത്തെ പ്രത്യേകം ധന്യത നൽകി ആദരിക്കുന്നതായിരിക്കും. മറ്റുള്ള ക്രമീകരണങ്ങൾ അഭിവൃദ്ധി ജില്ലയുടെ അനുഭവത്തോടെ ഇവിടെ തുടരുന്നു. ഇപ്പോൾ ആദരിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റ് വായിക്കുന്നു. ആദ്യം മാതാപിതാക്കളുടെ ലിസ്റ്റ് വായിക്കും. അവരെ മുൻപോട്ട് സാവധാനം കൊണ്ടുപോവുക. അവർക്ക് പ്രത്യേകമായി ഈ അവരെ ധരിപ്പിച്ച് ആദരിക്കുന്നു. പുതുപ്പള്ളി പള്ളിയിലെ മുതിർന്ന പൗരന്മാർക്കുള്ള സ്നേഹാദരവ് ഇടവക നൽകുകയാണ്. അന്നമ്മ വർഗീസ് ചക്കഞ്ചിറ മറ്റത്തിൽ, ശോശാമ്മ ചാണ്ടി നടുക്കോട്ടിൽ, തങ്കമ്മ ഇപ്പ് മള്ളിയിൽ, MK കുര്യൻ മഠത്തിൽ, അച്ചാമൂലഹന്നാൻ കരോട്ടുവീട്ടിൽ, KV ജേക്കബ് കാണക്കാലിൽ, മറിയാമ്മ ജോയിക്കുട്ടി ചക്കാലയിൽ, സാറാമ്മ വർഗീസ് പോട്ടത്തറ, മറിയാമ്മ എബ്രഹാം കൊച്ചക്കാലക്കുന്നേൽ, അന്നമ്മ എബ്രഹാം പഴയ തുരുത്തേൽ, KT സ്കറിയ കോലങ്കോട്, അന്ന KA മംഗലപ്പള്ളിയിൽ, മറിയാമ്മ കുര്യൻ പെരുമ്പുഴയിൽ, PV മാത്യു പറപ്പള്ളിയിൽ, ഉമ്മൻ K ഈപ്പൻ വഴണക്കാവിൽ, PJ ജോർജ് പടിഞ്ഞാറക്കുറ്റ്, KM പുന്നൂസ് കൊച്ചുപള്ളിക്കുന്നേൽ. അതോടൊപ്പം തന്നെ പഠനകാര്യങ്ങളിൽ മികവ് നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്ത് നിബിൻ ബാബു വർഗീസ് പുതുപ്പള്ളി ചക്കഞ്ചിറ കുടുംബാംഗം, റീത്ത ആൻഡൂയി കൊല്ലാട് നടുവത്ത് കുടുംബാംഗം, നിഖിൽദാസ് ടൂയി കൊല്ലാട് കൊടുവത്ത് കുടുംബാംഗം, ആൻമരിയ ബേബി കൊല്ലാട് നെല്ലിശ്ശേരി കുടുംബാംഗം, ജസിയ സാറ ജോർജ് മണകാട് കാണക്കാലി കുടുംബാംഗം, അമ്മു അന്ന ആൻഡ്രോസ് മഠത്തിൽ പുത്തമ്പുരയ്ക്കൽ കുടുംബാംഗം, എമിൽ ഫിലിപ്പ് മാത്യു ഇരവിനല്ലൂർ കക്കാട്ട് കരോട്ട് കുടുംബാംഗം, ഡോണ സാറ ജോർജ് ഇരവിനല്ലൂർ കരോട്ട് കുടുംബാംഗം,
ആൽബിൻ വർഗീസ് ഇരവിനല്ലൂർ പൊടിമൂട്ടി കുടുംബാംഗം, ശോഭ മേരി എൽദോ കൊടുവത്ത് കൊല്ലാട് കുടുംബാംഗം. അതുപോലെ പാഠ്യേതര കാര്യങ്ങളിൽ മികവ് നേടിയ കുട്ടികളെ അനുമോദിച്ചു. സോറ അന്ന റോണി പുത്തൻപീടികയിൽ, യഫനോഹ ഉമ്മൻ റിച്ചി കരോട്ട് വള്ളക്കാലിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബാംഗമാണ്. എബൽ ബി ജോബി കാഞ്ഞിരത്തുമൂട് വടക്കേക്കര കുടുംബാംഗം, അലക്സിസ് ജോമോൻ ചെറിയാൻ മൂരിക്കാട്ട് തൃക്കോതമംഗലം, മാസ്റ്റർ എബി എൽദോ കൊല്ലാട് കൊടുവത്ത് കുടുംബാംഗം, ഇ ജെ റോയി പുതുപ്പള്ളി ഇല്ലിക്ക കുടുംബാംഗം. ഇവരെല്ലാം ഇന്ന് ഇടവക ദിനത്തിൽ ആദരിക്കുകയുണ്ടായി. എല്ലാ അത് അമ്മു എന്നാണ് മഠത്തിൽ അമ്മു എന്നാണ്. അടുത്തത് എല്ലാ വിഷയങ്ങളും
ജ്യോതി ജെ എൽസ സെന്റ് ജോൺസ് സ്കൂൾ ഉൾപ്പെടെ 9ാം ക്ലാസ് ഈ അതിനാൽ ഫെലിക്സ് കെ റൈസ് സെന്റ് ജോൺസ് സ്കൂൾ ഉൾപ്പെടെ 9ാം ക്ലാസ് ഈ ശ്രീ പാർട്ട് എല്ലാവരും സമാധാനപ്പെട്ടിരിക്കുന്ന മാനിന്റെ പാർട്ടിനോടുള്ളവർ ശ്രീമതി ഭർത്താവിന് സമാധാനപ്പെട്ടിരിക്കുന്ന ഈ കൂടി നമ്മളുള്ളവർ ലഫ്റ്റനന്റ് തോമസ് അനിലപ്പൻ പ്രോഗ്രാം തോമസ് കെ കുളിക്കാത്തില്ല തോമസ് കെ കുളിക്കാത്തില്ല ഇബ്രാഹിം ബിൽബർ മംഗലപ്പിടി ഇബ്രാഹിം ബിൽബർ മംഗലപ്പിടി അജയ് ഇബ്രാഹിം PJ Ibrahim Satria ായ മുപ്പതിപ്പള്ളിയുടെ ഇടവദിനം നാം ആചരിക്കുകയാണ്. ഇന്നേ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ച് അമ്മയെ അനുഗ്രഹിച്ച നമ്മുടെ ഇടവേണ്ട അഭിനന്ദനങ്ങളുടെ ബഹുമാനം വിശ്വാസത്തിനുള്ള നന്ദിയും സ്നേഹവും പ്രഭാവത്തിൽ അർപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിന് അധ്യക്ഷപ്പെടുത്തുകയും നമ്മുടെ ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയും ചെയ്തുവരുന്ന വികാരി ഡോക്ടർ വർഗീസ് അച്ഛനോടുള്ള അതീവമായ നന്ദിയും സ്നേഹവും വിജയപ്പെടുന്നു. അതോടൊപ്പം തന്നെ സഹധ്യായിമാരായ ഫാദർ വ്യാകസിംഗൻ ഫാദർ പ്രസൻ മാത്യു അച്ഛനോടും ഫാദർ വർഗീസ് അച്ഛനോടും ഫാദർ വിജയൻ വർഗീസ് അച്ഛനോടും ഉള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ടു. കൂടാതെ കോട്ടയം അതിന്റെ പ്രധാനം മുഴുവനായിട്ട് എത്തുന്നുണ്ട്. അദ്ദേഹത്തെ മീറ്റിംഗിൽ സ്വാഗതം ആശംസിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായി സംസാരിക്കുകയും ചെയ്ത ശ്രീ ബിൽ പ്രസിദ്ധിയോട് ഇപ്പോൾ അധികമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കൂടാതെ പ്രായമായവരെ ആദരിക്കുന്നതിനും അതിന്റെ ആവശ്യകത പൊതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതും നമ്മുടെ കർത്തവ്യമാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത് ആദരവ് ഏറ്റുവാങ്ങിയ എല്ലാവരോടും നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. അതോടൊപ്പം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതായത് വിദ്യാഭ്യാസം, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കൂടാതെ കൃഷി ഇങ്ങനെ മുതലായ കാര്യങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച എല്ലാ പ്രതികളുടെയും നാളുകളെ ഇപ്പോൾ ആദരിച്ചിരിക്കാവുന്നു. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച സെക്രട്ടറി സിബി ജോസഫ്, ഓഫീസ് മാനേജർ ചെറിയാൻ എന്നിവരോടെല്ലാം പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിച്ചിരുന്നു. കൂടാതെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവർ 22 പേരുണ്ട്. ആ 22 പേരുടെയും കൂട്ടായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും നടത്തിക്കും ഇതിന്റെ എല്ലാ കാര്യങ്ങളുടെയും വിജയത്തിനും നമുക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് അവരോടൊക്കെയുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ശുശ്രൂഷകരെ സ്റ്റാഫ് എല്ലാവരും വളരെ 2-3 ദിവസമായിട്ട് വളരെ നല്ല രീതിയിൽ ഒത്തുമറിച്ച് ഈ പരിപാടി ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കുമുള്ള സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഭംഗിയായി നടത്തുവാൻ നമ്മെ അനുഗ്രഹിച്ച സദസ്യന്മാരെ ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് എന്റെ ജീവിത പാട്ടുകൾ നടത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് യോഗപ്രാർത്ഥനയ്ക്ക് ശേഷം കൈവത്തിന് ശേഷം എല്ലാവർക്കും പ്രഭാത ഭക്ഷണം നമ്മുടെ ബോർഡിൽ നടത്തിയിരിക്കുന്നുണ്ട്. കൈവത്തിന് ശേഷം നിങ്ങളുടെ ബോർഡിലേക്ക് പോയി പ്രഭാത ഭക്ഷണം കഴിക്കണം. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ബാക്കി പന്തിൽ എല്ലാവരും ചെയ്യുക. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാൾ അനന്തസഭയുടെ വളരെ
അഭിമാനമായിരിക്കും ക്ലാസ് എടുക്കുന്നതായിരിക്കും മക്കളുടെ സംസ്കൃതികളോടെ ഭാഗീയ ഭക്തന്മാർക്കും